നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. സംശപ്തർ കുറെ പേര് ഓടിപ്പോയി, കുറെ പേര് അപ്പൊ തന്നെ മരിക്കുകയും ചെയ്തു. ഉരുകി മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അർജുനന്റെ ആ അത്ഭുതകരമായ യുദ്ധ നൈപുണ്യം കണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പോലും അദ്ദേഹത്തെ പോഴ്ത്തി. അങ്ങനെ ബ്രഹ്മാസ്ത്രം ഉപസംഹരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു ഭാഗത്ത് നിന്നിരുന്ന സുശർമ്മനും അനുജന്മാരും ഏതാനും യോദ്ധാക്കളും അർജുനനെ വളഞ്ഞു. അവരെ നിഗ്രഹിക്കുവാൻ പാർത്ഥൻ ഒട്ടും സമയം വേണ്ടി വന്നില്ല. അർജുനന്റെ രഥം നിമിഷങ്ങൾക്കകം പാണ്ഡവരുടെ മധ്യത്തിലെത്തി. അവിടെ ഭഗദത്തനുമായുള്ള യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. ദ്രോണർ അല്പം ക്ഷീണിതനാണ്. തന്മൂലം അലസനാണെങ്കിലും ചുറ്റുപാടും അസ്ത്രങ്ങൾ അയക്കുന്നുണ്ട്. പക്ഷെ അതിന് തീഷ്ണത കുറവായിരുന്നു. അർജുനനെ കണ്ടപ്പോൾ ഭഗദത്തൻ തന്റെ യുദ്ധം അർജുനനിലേക്ക് കേന്ദ്രീകരിച്ചു. അവനും ആനയും കൂടി ഫൽഗുനനെ നേരിട്ടു. അർജുനന്റെ രഥം മറിച്ചിടുന്നതിനും കുതിരകളെ പിടിക്കുന്നതിനും സുപ്രതിക ശ്രമിച്ചെങ്കിലും ഭഗവാന്റെ സാമർഥ്യം കൊണ്ട് ആനയുടെ ശ്രമം ഫലിച്ചില്ല. അർജുനൻ ഭഗദത്തന് നേരെ അനവരത ശസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. ചിലതെങ്കിലും ഭഗദത്തന്റെ ശരീരത്തിൽ കൊണ്ടെങ്കിലും അവൻ അത് കാര്യമാക്കിയില്ല. ഭഗദത്തനും കേൾവി കേട്ട ശസ്ത്രജ്ഞനാണ്. അവന്റെ ബാണങ്ങളിൽ ചിലത് അർജുനന്റെ ശരീരത്തിലും തുളച്ചു കയറി. മഴു പോലിരിക്കുന്ന ഒരു ആയുധമുണ്ട്, ഭല്ലം എന്നാണ് അതിന്റെ പേര്. ഭഗദത്തൻ ഭല്ലായുധത്തെ അർജുനന്റെ ശിരസ് ലക്ഷ്യമാക്കി അയച്ചു. അപ്പോൾ കൃഷ്ണൻ തേര് പെട്ടെന്ന് ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. തന്മൂലം അർജുനന്റെ ഖണ്ഡത്തിൽ കൊള്ളേണ്ടുന്ന ഭല്ലം അർജുനന്റെ കിരീടത്തിന്റെ മേൽ തൊട്ടില്ലെന്ന മട്ടിൽ പാഞ്ഞുപോയി. ഭല്ലം കൊണ്ട് അർജുനെ കൊല്ലാൻ കഴിയാത്തതുകൊണ്ട് ഭഗദത്തന്റെ കോപം ശതഗുണീഭവിച്ചു. അറ്റ കൈ പ്രയോഗമെന്ന നിലയിൽ അവൻ തന്റെ ഏറ്റവും വലിയ പ്രഹരശേഷിയുള്ള വൈഷ്ണവാസ്ത്രം അർജുനന് നേരെ പ്രയോഗിച്ചു. വൈഷ്ണവാസ്ത്രം അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് അർജുനന്റെ നേർക്ക് അടുക്കുന്നത് കണ്ടപ്പോൾ ഭഗവാൻ തന്റെ കഴുത്ത് അതിന്റെ നേർക്ക് കാണിച്ചു കൊടുത്തു. ഭഗദത്തന്റെ വൈഷ്ണവാസ്ത്രം ഒരു വൈജയന്തി മാല പോലെ ശ്രീകൃഷ്ണന്റെ കണ്ഠത്തിൽ വിളങ്ങി. ഇത് കണ്ട അർജുനൻ അത്ഭുതപ്പെട്ടെങ്കിലും ചൊടിച്ചുകൊണ്ട് ഭഗവാനോട് ചോദിച്ചു, ആയുധം തൊടുകയില്ലെന്ന് പ്രതിജ്ഞ എടുത്തിരുന്ന അങ്ങ് എന്റെ നേരെ വന്ന യുദ്ധം തടഞ്ഞത് പ്രതിജ്ഞാ ലംഘനമല്ലേ? കൂടാതെ എനിക്ക് തടയാമായിരുന്നത് അങ്ങ് തടുത്തത് മൂലം എന്നെ അപമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഭഗവാൻ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, ഞാൻ നിന്നെ അപമാനിച്ചിട്ടില്ല. വൈഷ്ണവാസ്ത്രത്തെ തടയുകയല്ല ചെയ്തത്, ഞാൻ അത് സ്വീകരിക്കുകയായിരുന്നു. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അതറിയുമ്പോൾ നിന്റെ തെറ്റിദ്ധാരണ മാറും. ഭൂമിദേവിയുടെ പുത്രനായിരുന്നു ഭഗദത്തന്റെ അച്ഛനായ നരകാസുരൻ. ഭൂമിദേവിയുടെ അപേക്ഷ പ്രകാരം മഹാവിഷ്ണു നരകാസുരന് കൊടുത്തതാണ് വൈഷ്ണവാസ്ത്രം. അത് കൊടുക്കുമ്പോൾ തന്നെ അയാളുടെ രക്ഷയ്ക്കല്ലാതെ ശത്രുവിനെ എതിർക്കാൻ ഉപകരിക്കില്ലെന്ന് പറഞ്ഞിരുന്നു. പിൽക്കാലത്ത് നരകാസുരനെ വിഷ്ണു തന്നെ വധിച്ചു കഴിഞ്ഞപ്പോൾ പുത്രനായ ഭഗദത്തൻ അച്ഛന്റെ പല സാധനങ്ങളും എടുത്ത കൂട്ടത്തിൽ വൈഷ്ണവാസ്ത്രത്തെയും എടുത്തു. അത് അവന്റെ കയ്യിൽ ഉള്ളപ്പോൾ ആർക്കും അവനെ കൊല്ലാൻ കഴിയില്ല. വിഷ്ണുവിലല്ലാതെ മറ്റൊരാളിൽ വൈഷ്ണവാസ്ത്രം അടങ്ങുകയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ തടുത്തതും അത് ഒരു ഹാരമായി എന്റെ കഴുത്തിൽ പതിച്ചതും. ദിവ്യാസ്ത്രം ഒഴിഞ്ഞിരിക്കുന്നതിനാൽ അവൻ ദുർബലനായിരിക്കുന്നു. നിനക്കിനി അവനെ വേഗം വകവരുത്താം. അർജുനന് സമാധാനമായി. അവൻ പൂർവാധികം ശക്തിയായി ഭഗദത്തന് നേരെ അസ്ത്രങ്ങൾ ചൊരിഞ്ഞു. ആനയുടെ മർമ്മങ്ങൾ തോറും അമ്പെയ്തു. അനന്തരം ആനയുടെ ശരീരത്തിന്റെ പല ഭാഗത്തും ഒരേ സമയത്ത് തന്നെ അമ്പു തറപ്പിച്ചു. ആനയ്ക്ക് അടിതെറ്റി അവശനായി ഉച്ചത്തിൽ അലറിക്കൊണ്ട് കൊമ്പുകുത്തി. അപ്പോൾ മസ്തകത്തിലേക്ക് ഒരു ശരം കൂടി അയച്ചു. അതോടെ സുപ്രതിക മറിഞ്ഞു വീണു. ആനയുടെ പുറത്തു നിന്ന് ചാടാൻ ഒരുമ്പെട്ട ഭഗദത്തിന്റെ മാറിലേക്കും ഒരു ശരം അയച്ചു. കാറ്റിൽ കടപുഴുകി വീഴുന്ന വൻ വൃക്ഷം പോലെ ഭഗദത്തൻ ഭൂമിയിലേക്ക് പതിച്ചു. അങ്ങനെ ഭഗദത്തനും സുപ്രീതികയും ഒരുമിച്ച് ചരമഗതി അടഞ്ഞു. ദേവേന്ദ്രന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഭഗദത്തൻ. അദ്ദേഹത്തിനെ എല്ലാവരും ഇന്ദ്ര സുഹൃത്ത് എന്നാണ് വിളിച്ചിരുന്നത്. ഭഗദത്തൻ മരിച്ചു വീണപ്പോൾ ഇന്ദ്രാത്മജൻ, അതായത് അർജുനൻ, ബഹുമാനപൂർവം ഇന്ദ്ര സുഹൃത്തിനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. ഭഗദത്തന്റെ മരണം കൗരവപടയ്ക്ക് കനത്ത ആഘാതമായി. ഇതെല്ലാം കണ്ടപ്പോൾ ശകുനിക്ക് അസഹ്യമായ കോപമുണ്ടായി. അവന്റെ സഹോദരന്മാരായ വൃഷൻ, അചലൻ എന്നിവരോടും
ഗാന്ധാര സൈന്യത്തോടും കൂടി അർജുനനെ ആക്രമിച്ചു. അർജുനന്റെ ഗാന്ധീവത്തിൽ നിന്ന് ഉതിരുന്ന അസ്ത്രങ്ങൾ കൊണ്ട് അവർ നട്ടം തിരിഞ്ഞു. അപ്പോൾ മായാജാല യുദ്ധത്തിന്റെ പ്രാവീണ്യം ഉണ്ടായിരുന്ന ശകുനി പലതരത്തിലുള്ള മായാജാലങ്ങളും പ്രയോഗിച്ചു. കരടി, സിംഹം, പുലി തുടങ്ങിയ ഹിംസജന്തുക്കളുടെ ഒരു പട തന്നെ അർജുനന്റെ നേർക്കയച്ചു. അർജുനൻ അവയെല്ലാം കൊന്നൊടുക്കി. ശകുനി ദിക്കാകമാനം അന്ധകാരമാക്കി. ജ്യോതിർമയാസ്ത്രം കൊണ്ട് അർജുനൻ അന്ധകാരം അകറ്റി. അപ്പോൾ വലിയ ഒരു ജലപ്രവാഹത്തെ ശകുനി ഉണ്ടാക്കി. ആ ജലപ്രവാഹത്തിൽപ്പെട്ട് അർജുനന്റെ തേര് ഒലിച്ചു പോകുമോ എന്ന് പോലും തോന്നി. ഉടൻ തന്നെ ആദിത്യാസ്ത്രം പ്രയോഗിച്ച് അർജുനൻ ജലധാര വറ്റിച്ചു. മായാപ്രയോഗം നടക്കാതെ വരികയും അർജുനന്റെ ശരവർഷത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യേണ്ടതുകൊണ്ട് ശകുനി തന്റെ തേര് ഓടിച്ച് പിന്നണിയിലേക്ക് പോയി. എന്നാൽ ശകുനിയുടെ രണ്ട് സഹോദരന്മാരായ വൃഷനെയും അചലനെയും അർജുനൻ വധിച്ചു. ശകുനിയെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ പാണ്ഡവരുടെ ആത്മവീര്യം വർദ്ധിച്ചു. അവർ കൗരവപ്പടയെ നശിപ്പിക്കാൻ തുടങ്ങി. ഭടന്മാർ ഉരക്ക നിലവിളിച്ചു. ഉച്ചത്തിൽ അവർ കരയാൻ തുടങ്ങി. ഇത് കേട്ട് കർണൻ ഓടിയെത്തി. ഭീമൻ, ദൃഷ്ടദ്യുമ്നൻ, പാഞ്ചാലി പുത്രന്മാർ എല്ലാവരും ചേർന്ന് കർണനെ എതിർത്തു. കുറെ നേരത്തേക്ക് ഒരു സങ്കല യുദ്ധം നടന്നു. കൗരവപ്പടയ്ക്ക് താങ്ങാനാവാത്ത നഷ്ടമുണ്ടായി. ആദിത്യൻ അസ്തമിച്ചു. സമയം സന്ധ്യയായി. അന്നത്തെ യുദ്ധം അവസാനിപ്പിച്ച് എല്ലാവരും അവരവരുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങി. അടുത്തത് 13-ാം ദിവസത്തെ യുദ്ധമാണ്. 12 ദിവസത്തെ യുദ്ധം കഴിഞ്ഞപ്പോൾ കൗരവർ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കുതിക്കുകയാണ് ചെയ്തത്. അതിനു പുറമെ കൗരവരെ വേദനിപ്പിച്ച മറ്റൊരു പ്രധാന കാര്യം, എല്ലാവരും കൃഷ്ണാർജുനന്മാരെ സ്തുതിക്കുന്നു. ദുര്യോധനൻ കടുത്ത നിരാശയോടെ 13-ാം ദിവസത്തെ യുദ്ധത്തിന് മുമ്പ് ദ്രോണരെ സമീപിച്ചു. പല ആവലാദികളും പറഞ്ഞു. ദുര്യോധനൻ പറഞ്ഞു, ആചാര്യ, ഇന്നലെ യുധിഷ്ഠിരനെ പിടിക്കാൻ കഴിയുമായിരുന്നു. എന്നിട്ടും മനഃപൂർവ്വം അങ്ങ് അത് ചെയ്തില്ല. അങ്ങയുടെ അനാസ്ഥയെ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വലിയ മഹാത്മാക്കളുടെ പ്രവൃത്തിയുടെ അർത്ഥം സാധാരണക്കാർക്ക് ദുർഗ്രാഹ്യമായിരിക്കും. അപമാനകരമായ ഈ വാക്കുകൾ ദ്രോണരുടെ അഭിമാനത്തെ മുറിപ്പെടുത്തി. എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ശാന്തനായി അദ്ദേഹം പറഞ്ഞു, ദുര്യോധന, എന്റെ ശക്തിയും പാടവവും എല്ലാം ഞാൻ പൂർണ്ണമായി പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഒരു രാജാവിന് യോജിക്കാത്ത രീതിയിൽ നീ സംസാരിക്കുന്നു. അർജുനൻ സഹായത്തിനുള്ളപ്പോൾ യുധിഷ്ഠിരനെ പിടിച്ചുകെട്ടാൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഒന്നെങ്കിലും യുധിഷ്ഠിരനെ പിടിച്ചുകെട്ടാൻ ഞാൻ ശ്രമിക്കാം. നീ സമാധാനമായി പോകൂ. തലേ ദിവസത്തെ യുദ്ധത്തിൽ ധാരാളം സംശപ്തവർ പടക്കളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. അവർ കൂടുതൽ സൈന്യങ്ങളുമായി വന്ന് പാർത്ഥനെ പുലഭ്യം പറയുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ ഗത്യന്തരമില്ലാതെ അവരോട് ഏറ്റുമുട്ടാൻ അന്നും പ്രഭാതത്തിൽ അർജുനൻ പോവുകയുണ്ടായി. അർജുനൻ പോയ വിവരം അറിഞ്ഞപ്പോൾ ദ്രോണർ തന്റെ സൈന്യങ്ങളുമായി പടക്കളത്തിലെത്തി വ്യൂഹം ചമച്ചു. അന്നത്തെ വ്യൂഹം ദ്രോണരുടെ അനിതസാധാരണമായ പാടവത്തെ പ്രകടിപ്പിക്കുന്നവയായിരുന്നു. എവിടെ നിന്ന് ആരംഭിക്കുന്നുവെന്നോ എവിടെ അവസാനിക്കുന്നുവെന്നോ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ചക്രവ്യൂഹമായിരുന്നു അത്. പുറമെ വൃത്തനിബദ്ധവും അകത്ത് മധ്യത്തിൽ നാഭീബദ്ധവും അവയെ രണ്ടിനെയും കൂടി യോജിപ്പിക്കുന്ന അഴികളും വ്യൂഹത്തിനുണ്ടായിരുന്നു. ഈ വ്യൂഹത്തെ പത്മവ്യൂഹമെന്നും ചക്രവ്യൂഹമെന്നും പറഞ്ഞിരുന്നു. വ്യൂഹമധ്യത്തിൽ എല്ലാ രാജകീയ ചിഹ്നങ്ങളോടും കൂടി ദുര്യോധനൻ നിന്നു. ഒരു പ്രമുഖ സ്ഥാനത്ത് ദ്രോണർ നിലയുറപ്പിച്ചു. മറ്റ് മർമ്മസ്ഥാനങ്ങളിൽ പ്രബലരായ രാജാക്കന്മാരെയും യോദ്ധാക്കളെയും നിർത്തി. ആർക്കും അകത്ത് കടക്കാനോ അകത്തേക്ക് കടന്നാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങുവാനോ കഴിയാത്തവണ്ണം ശക്തമായിരുന്നു ആ പത്മവ്യൂഹം. എല്ലാവരും ചുവപ്പ് ചട്ടയും ചുവന്ന തൊപ്പിയും ധരിച്ച് ചുവന്ന കൊടിയും പിടിച്ചാണ് പടക്കളത്തിൽ നിരന്നിരുന്നത്. കൗരവപ്പടയുടെ വേഷവിധാനങ്ങളും ആയുധങ്ങളും പ്രഭാത സൂര്യന്റെ കിരണങ്ങളേറ്റ് വെട്ടിത്തിളങ്ങി. പാണ്ഡവരും നേരത്തെ തന്നെ യുദ്ധക്കളത്തിലെത്തി. കൗരവരുടെ വ്യൂഹബന്ധനവും ദ്രോണരുടെ അക്ഷോഭ്യമായ നിൽപ്പും അർജുനന്റെ അഭാവവും യുധിഷ്ഠിരന്റെ മനസ്സിനെ ദുർബലപ്പെടുത്തി. യുദ്ധം ആരംഭിച്ചു. യുധിഷ്ഠിരൻ, ഭീമൻ, സാത്യകി, ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, കുത്തിഭോജൻ, ചേതികാനനൻ, പുരൂജിത്ത്, ശിശുപാലപുത്രൻ, അഭിമന്യു, പാഞ്ചാലിപുത്രർ എല്ലാവരും ശ്രമിച്ചിട്ടും അല്പം പോലും മുന്നോട്ട് നീങ്ങുവാൻ കഴിഞ്ഞില്ല. അത്രത്തോളം ഉഗ്രമായിരുന്നു ദ്രോണരുടെ ചെറുത്തുനിൽപ്പ്. പത്മവ്യൂഹം തകർത്തല്ലാതെ കൗരവരോട് ശക്തിയായി ഏറ്റുമുട്ടാൻ കഴിയില്ലെന്ന് പാണ്ഡവർക്ക് മനസ്സിലായി. യുധിഷ്ഠിരൻ എല്ലാവരുമായി കൂടിയാലോചിച്ചു. പത്മവ്യൂഹത്തെ ഭേദിക്കാൻ അറിവുള്ളവർ പാണ്ഡവരുടെ കൂട്ടത്തിൽ അർജുനനും അഭിമന്യുവും മാത്രമേ ഉള്ളൂ. അർജുനൻ സംശപ്തകരുമായി ഏറ്റുമുട്ടാൻ പോയി. അപ്പോൾ പിന്നെ അഭിമന്യുവിനെ കൊണ്ട്
പത്മവ്യൂഹം ഭേദിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അഭിമന്യു യുവത്വം മുറ്റിത്തെളിയാത്ത ബാലനാണ് താനും. എങ്കിലും അവനോട് തന്നെ അത് ആവശ്യപ്പെടാമെന്ന് എല്ലാവരും തീരുമാനിച്ചു. യുധിഷ്ഠിരൻ സൗഭദ്രനെ വിളിച്ചു പറഞ്ഞു, ഉണ്ണി അഭിമന്യു, നാം വല്ലാത്ത വിഷമഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. പത്മവ്യൂഹം ഭേദിച്ചില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ പരിങ്ങലിലാവും. പത്മവ്യൂഹത്തെ ഭേദിക്കാൻ കഴിവുള്ളവർ 4 പേരേ ഉള്ളൂ. കൃഷ്ണൻ, അർജുനൻ, പ്രദ്യുമ്നൻ, പിന്നെ നീയും. അവരാരും ഇപ്പോൾ ഇവിടെ ഇല്ല. നമ്മുടെ വംശത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ നീ ബാധ്യസ്ഥനാണ്. അതിനാൽ നീ മുന്നിൽ നിന്ന് ഈ വ്യൂഹം ഭേദിക്കണം. ഞങ്ങൾ എല്ലാവരും നിന്നോടൊപ്പം ഉണ്ടാകും. നീ വ്യൂഹം ഭേദിച്ച കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ നിന്റെ കൂടെ ഉള്ളിൽ കടന്നുകൊള്ളാം. ഞങ്ങൾ നിന്നെ രക്ഷിക്കുകയും ചെയ്യാം. കൗമാരക്കാരനായ അഭിമന്യു യുധിഷ്ഠിരന്റെ വാക്ക് കേട്ടപ്പോൾ അഭിമാനം കൊണ്ട് സന്തുഷ്ടനായി. എങ്കിലും അവൻ അഹങ്കരിച്ചില്ല. വിനയാന്വിതനായി തന്നെ പറഞ്ഞു, മഹാരാജാവേ, പത്മവ്യൂഹം പിളർന്ന് അകത്ത് കയറാൻ എനിക്കറിയാം. അച്ഛൻ അത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗം പറഞ്ഞു തന്നിട്ടില്ല. എങ്കിലും ഞാൻ സുഭദ്രയുടെയും അർജുനന്റെയും പുത്രനാണെങ്കിൽ ദ്രോണരുടെ അഭേദ്യമായ പത്മവ്യൂഹം ഭേദിക്കും. എന്നോട് എതിർക്കുന്നവർ ആരും ജീവനം കൊണ്ട് തിരിച്ചു പോവുകയില്ല. വലിയ കൗരവ രാജാക്കന്മാരെ ഞാൻ വീഴ്ത്തും. ഇല്ലെങ്കിൽ ഞാൻ സവ്യസാചിയുടെ മകനല്ല. ധീരോദാത്തമായി വാക്ക് കേട്ടപ്പോൾ യുധിഷ്ഠിരാദികൾ രോമാഞ്ചം കൊണ്ടു. അജാതശത്രു അഭിമന്യുവിനെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, പുറത്തു കടക്കാനുള്ള മാർഗം അറിയാത്തത് കൊണ്ട് നീ വിഷമിക്കേണ്ട. നിന്റെ കൂടെ തന്നെ ഞങ്ങളും അകത്ത് പ്രവേശിച്ച് കൗരവ സൈന്യത്തെ ഛിന്ന ഭിന്നമാക്കിക്കൊള്ളാം. അപ്പോൾ പിന്നെ പുറത്തു കടക്കാൻ പ്രത്യേക മാർഗമൊന്നും ആവശ്യമില്ല. തന്റെ രഥം പത്മവ്യൂഹത്തിനടുത്തേക്ക് തെളിക്കാൻ സാരഥിയായ സുമിത്രനോട് അഭിമന്യു ആവശ്യപ്പെട്ടു. സുമിത്രൻ പഴക്കം ചെന്ന തേരാളിയായിരുന്നു. ആയതിനാൽ അഭിമന്യുയോട് പറഞ്ഞു, കുമാര, ദ്രോണർ വലിയ യോദ്ധാവാണ്. അദ്ദേഹം ചമച്ചിരിക്കുന്ന വ്യൂഹം അസാമാന്യ വിധത്തിലുള്ളതാണ്. അതുകൊണ്ട് അങ്ങ് കാട്ടുന്നത് അവിവേകമാണ്. സുമിത്രന്റെ വാക്കുകൾക്ക് അഭിമന്യു ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. പിന്നെ സുമിത്രർ ഒന്നും പറഞ്ഞുമില്ല. അഭിമന്യു ശക്തമായ പോരാട്ടത്തിലൂടെ കൗരവ സൈന്യത്തെ വിഷമിപ്പിച്ചു. ഒരേ സമയത്ത് എതിരാളികളുടെ ശരങ്ങളെ തടയുകയും ശക്തിയേറിയ ശരങ്ങൾ അയച്ച് അവയെ വീഴ്ത്തുകയും ചെയ്തുകൊണ്ട് അഭിമന്യു അനവധി മഹാരഥന്മാർ തിങ്ങി നിറഞ്ഞ ആ അടർക്കളത്തിൽ അത്യുജ്വലമായ യോദ്ധാവായി വിരാജിച്ചു. അധികം താമസിക്കാതെ പത്മവ്യൂഹം ഭേദിച്ച് അഭിമന്യു അതിൽ കൂടി ഉള്ളിലേക്ക് കടന്നു. അഭിമന്യു ഉണ്ടാക്കിയ വിടവിൽ കൂടി അവന്റെ രഥം വ്യൂഹത്തിനകത്ത് കയറിയെങ്കിലും അസംഖ്യം ഭടന്മാരും കൗരവരും നേതാക്കളും ചേർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ആ വിടവ് അടച്ചു കളഞ്ഞു. തന്മൂലം അതിൽ കൂടി ഉള്ളിലേക്ക് കടക്കുവാൻ വന്ന പാണ്ഡവർ തടയപ്പെട്ടു. ദുര്യോധനന്റെ ശ്യാലൻ എന്ന് പറഞ്ഞാൽ സഹോദരി ഭർത്താവ് ആയ ജയദ്രഥന്റെ നേതൃത്വത്തിൽ പാണ്ഡവർ വ്യൂഹത്തിനകത്ത് കടക്കാൻ സമ്മതിച്ചില്ല. അതായത് ജയദ്രഥൻ ദുശ്ശളയുടെ ഭർത്താവാണ്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പാണ്ഡവരെ ആ വ്യൂഹത്തിനടുത്തേക്ക് കടക്കാൻ സമ്മതിച്ചില്ല. മുൻപ് പാണ്ഡവർ ദ്വൈതവനത്തിൽ താമസിക്കുന്ന കാലത്ത് ജയദ്രഥൻ പാഞ്ചാലിയെ അപഹരിക്കാൻ ശ്രമിച്ചു. ഭീമൻ അവനെ പിടിച്ചുകെട്ടി അപമാനിച്ചു വിട്ടു. അതിനുശേഷം അവൻ പരമശിവനെ തപസ് ചെയ്ത് പാണ്ഡവരെ ജയിക്കുവാനുള്ള വരം ചോദിച്ചു. അർജുനനെ ഒഴികെ മറ്റു 4 പേരെയും നീ ഒരു ദിവസം ജയിക്കും എന്ന് പരമശിവൻ വരം നൽകി. ആ വരബലം കൊണ്ട് ജയദ്രഥന് പാണ്ഡവരെ അന്നത്തെ ദിവസം ജയിക്കുവാൻ കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം. നമസ്കാരം.